മലയാളത്തിലെ യുവതാരങ്ങളെല്ലാം ലക്ഷ്യം വെക്കുന്നത് ബോളിവുഡിലേക്കാണ്. തമിഴിലും തെലുങ്കും കന്നഡയും കടന്ന് അവസരത്തിനായി കാത്തിരിക്കുകയാണ് താരങ്ങൾ. മലയാളത്തിന്റെ യുവ സൂപ്പർ താരം പൃഥ്വിരാജ് ബോളിവുഡിൽ തന്റെ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു. കേരളത്തിലെത്തിയ ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ അനുരാഗ് കശ്യപ് ലിജോ ജോസ് പല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ഡയറീസ് കാണുകയും ചെയ്തു. ഈ വർഷം താൻ കണ്ട ഏറ്റവും മികച്ച സിനിമയാണിതെന്ന് അഭിപ്രായ പ്രകടനം നടത്തുകയും ചെയ്തത് കഴിഞ്ഞ ദിവസമായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം കേൾക്കാനിടയായത്. തനിക്ക് പ്രിയങ്കരനായ യുവനടൻ മലയാളത്തിലുണ്ടെന്ന് ബോളിവുഡ് സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ വിധു വിനോദ് ചോപ്ര പറഞ്ഞിരിക്കുന്നു. വിധു വിനോദ് ചോപ്രയുടെ മനം കവർന്ന യുവനടൻ മറ്റാരുമല്ല, സാക്ഷാൽ ദുൽഖർ സൽമാനാണ്. പ്രകടനം കണ്ട് ദുൽഖറിനെ ഫോണിൽ വിളിച്ചിട്ടുണ്ടെന്നും എന്നാൽ കൊച്ചിയിലെത്തിയപ്പോൾ കാണാനായില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. കൊച്ചിയിലെ ബിനാലെ കാണാനെത്തിയപ്പോഴാണ് വിധു വിനോദ് ചോപ്ര ഇക്കാര്യം വ്യക്തമാക്കിയത്. മലയാളത്തിലെ പ്രിയ താരത്തിനോടൊപ്പം സിനിമ ചെയ്യാനുള്ള ആഗ്രഹവും അദ്ദേഹം മറച്ചുവെക്കുന്നില്ല. ദുൽഖർ അത്രയും നല്ല നടനാണ്. ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ മികച്ച നടന്മാരിൽ ഒരാളാണ് ദുൽഖർ എന്നും അദ്ദേഹം പറഞ്ഞു. തന്റെ പ്രിയ മലയാളി താരത്തെ കാണാനുള്ള ആഗ്രഹവുമായാണ് വിധു വിനോദ് ചോപ്ര കൊച്ചിയിൽ എത്തിയതെങ്കിലും സാധിച്ചില്ല. ദുൽഖർ ഷൂട്ടിംഗ് സംബന്ധമായി മുംബൈയിലായിരുന്നു. മലയാളിയായ ബോളിവുഡ് സംവിധായകൻ ബിജോയ് നമ്പ്യാരുടെ വസീറാണ് വിധു വിനോദ് ചോപ്ര അവസാനമായി നിർമ്മിച്ച ചിത്രം. ദുൽഖർ നായകനാകുന്ന സോളോയുടെ സംവിധായകനും ബിജോയ് നമ്പ്യാരാണ്. ചിത്രത്തിന്റെ അവസാന ഷെഡ്യൂൾ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ സ്ഥാപിച്ച 3 ഇഡിയറ്റ്സും PKയും ഉൾപ്പെടെ നിരവധി സിനിമകൾ വിധു വിനോദ് ചോപ്ര നിർമ്മിച്ചിട്ടുണ്ട്. മുന്നാബായ് MBBS, ലഗേ രഘോ മുന്നാബായ് എന്നീ ഹിറ്റ് ചിത്രങ്ങളുടെ രചന നിർവഹിച്ചതും ഇദ്ദേഹമാണ്.